Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. വായിച്ചു നോക്കിയായിരുന്നോ? അടുത്തത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ എടുത്തുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലൈസ് വില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം അവിടെ ഇച്ചിരി കൂടി കെയർഫുൾ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. അത് കാരണം നമുക്കറിയാം അത് എന്തെങ്കിലും ഡിസീസുകൾ വരുത്താനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് അതിന് സ്പെഷ്യൽ കെയർ കൊടുക്കണമെന്ന് പറയുന്നത് അല്ലെ. നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. റിസ്ക്സ് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. നമുക്കറിയാം സ്പില്ലേജ് വേസ്റ്റ് അത് ഹോസ്പിറ്റലിലാവുമ്പോൾ ഇത്രയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന അല്ലെ റിസ്കുകൾ അല്ലെങ്കിൽ അപകട കാരണങ്ങൾ എന്തൊക്കെയാണതാണ് എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. സം ഓഫ് ദ റിസ്ക്സ് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. ഫസ്റ്റ് വൺ ഇൻഫെക്ഷൻ. ഇതാണ് അണുബാധ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. വേസ്റ്റ് അത് ചിലപ്പോ ആണെങ്കിൽ അണുക്കൾ നിറഞ്ഞ ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫ്ലൂയിഡ്സുകളൊക്കെ ആണെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് തന്നെ എന്താണ് അണുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ ഡിസീസുകൾ പരത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് can spread the transmittable diseases such as the HIV, hepatitis B and C and other bloodborne pathogens. Okay. രോഗാണുക്കൾ നിറഞ്ഞ അതായത് നമുക്കറിയാം മറ്റു ട്രാൻസ്മിറ്റബിൾ എന്ന് പറഞ്ഞാൽ പകരാവുന്ന അസുഖങ്ങൾ അല്ലെ. പകരാവുന്ന അസുഖങ്ങൾ നിറഞ്ഞ അണുക്കള് ബ്ലഡിലൂടെ ഉണ്ടായെങ്കിൽ അല്ലെ അത്തരത്തിലുള്ള അസുഖങ്ങൾ HIV പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പോലെയുള്ള അല്ലെ കരവീക്കം പോലെയുള്ള അസുഖങ്ങള് ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം തന്നെ എന്താണ് രോഗികളിലേക്ക് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കേസ് രോഗികളല്ലാതെ കൂടി എന്തെങ്കിലും മുറിവിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള അണുക്കളൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെ അവിടെയുള്ള പ്രൊഫഷൻ എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കേസ് പേഷ്യൻസ് ആണെങ്കിലും അല്ലെ അതുമായി ബന്ധപ്പെട്ട ഏതൊരു ഹ്യൂമൻ ബോഡിയിലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Okay, healthcare staff and the patients who engage with the polluted items are at risk of getting sick. നമുക്കറിയാം അത്തരത്തില് സാധാരണയായിട്ട് എന്താണ് ഈ രോഗികളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അല്ലെ. ഉണ്ടാവില്ലേ അവർക്കായിരിക്കും ഒരു റിലേഷൻ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം അതായത് റിലേഷൻ മീൻസ് അവര് ഹോസ്പിറ്റലിലെ നഴ്സുമാരാണെങ്കിലും ടെക്നീഷ്യന്മാരാണെങ്കിലും അല്ലെ അവരാണെങ്കിലും നമുക്കറിയാം ബ്ലഡ് കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ലാബിലെ വർക്കേഴ്സ് ആണെങ്കിലും അവരെല്ലാം തന്നെ എന്താണ് രോഗികളുമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെ ബന്ധം സ്ഥാപിക്കുന്നവരാണ്. അവരിലേക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഇൻഫെക്ഷൻ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം കെമിക്കൽ എക്സ്പോഷർ. അതാണ് കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. കെമിക്കൽ എന്ന് പറയുമ്പോൾ രാസവസ്തുക്കളെ അല്ലെ അതിന്റെ അപകടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Leakage of chemicals can expose healthcare staff and patients to toxic substances which can lead to skin irritation, respiratory problems or other health issues. അതായത് നമുക്കറിയാം ഈ ഒരു നമുക്ക് എന്തെങ്കിലും രോഗനിർണയം അല്ലെ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ചെറിയ തോതിലെങ്കിലും എന്താണ് നമുക്ക് കെമിക്കലൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇത്തരത്തിലുള്ള കെമിക്കൽസിന്റെ ചെറിയ രീതിയിലുള്ള ഒരു ലീക്ക് ഔട്ടോ അല്ലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അതെന്താണ് അവിടെയുള്ള ഹ്യൂമൻ ബോഡിയില് അല്ലെ ടച്ച് ചെയ്യുന്ന ബോഡിയൊക്കെ ആകുമ്പോൾ എന്താണ് അവിടെ സ്കിൻ ഇറിറ്റേഷനും അല്ലെ സ്കിന്നില് എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും വരാനായിട്ടും റെസ്പിറേറ്ററി പ്രോബ്ലംസ് അതായത് ശ്വാസതടസ്സം പോലെയുള്ള പ്രോബ്ലംസ് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കെമിക്കൽസ് ആയതുകൊണ്ട് നമ്മള് അത് അല്ലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരികയാണെങ്കിൽ അത് ശ്വസിക്കുമ്പോൾ നമുക്കറിയാം തുമ്മലും ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ അത് ടച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് സ്കിന്നിലും പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ വിഷപദാർത്ഥങ്ങൾ അല്ലെ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ വിഷപദാർത്ഥങ്ങൾ അതിന്റെ കണ്ടന്റ് അല്ലെ വിഷാംശമുള്ള കണ്ടന്റുകളാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങള് അല്ലെ അവിടെയുള്ള ഹ്യൂമൻ ബോഡിയില് ഇത്തരത്തിലുള്ള അസുഖങ്ങള് വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണോ?
നമ്മൾ മനസ്സിലാക്കി പോവേണ്ടത് എന്താണ്, കെമിക്കൽ എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ അല്ലെ, സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. അതേമാതിരി തന്നെ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് അല്ലെ, HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പോലെയുള്ള അസുഖങ്ങളൊക്കെ പകരാവുന്ന അസുഖങ്ങളാണ്. അതെല്ലാം ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിൽ നിന്ന് അല്ലെ, അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇഞ്ചുറി. ക്ലിയർ അല്ലേ സെക്കൻഡ് പോയിന്റും? ഓക്കെ, നമുക്ക് നോക്കാം ഇഞ്ചുറി. ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, മുറിവുകൾ എന്ന് പറയുമ്പോൾ ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ endanger both the healthcare staff and the patients, increasing the risk of puncture wounds and the possibility of bloodborne pathogens. ഓക്കെ, നമുക്കറിയാം ഈ അല്ലെ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ സിസേഴ്സ് പോലെയുള്ള കത്തികൾ അതൊക്കെ എപ്പോഴും അല്ലെ ഡ്രസ്സിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ധാരാളം ഉപയോഗിക്കുന്ന മേഖലയാണ്. നമുക്കറിയാം ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെ ഒരു രോഗി, ഒരു അസുഖബാധിതയായ രോഗിയെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയതിനു ശേഷം അത് ഏതെങ്കിലും അബദ്ധവശാൽ മറ്റുള്ളവരിലൊക്കെ മുറിവ് സൃഷ്ടിക്കുകയാണെങ്കിൽ ആ രോഗിയിൽ ഉണ്ടായിരിക്കുന്ന അണുക്കള് അല്ലെ, അതില് പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കള് ഓട്ടോമാറ്റിക്കലി അത് ടച്ച് ചെയ്ത് അല്ലെ ചെറിയ മുറിവുകളിൽ ഉണ്ടായിട്ടുള്ള മറ്റു വ്യക്തികളിലേക്കും കടന്നുകൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ endanger ഫോർ ബോത്ത് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് അല്ലെ. അവിടെ യൂസ് ചെയ്യുന്ന അല്ലെ, അവിടെ പ്രധാനമായിട്ട് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിലും എന്തെങ്കിലും മുറിവുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. increasing the risk of puncture wounds and the possibility of bloodborne pathogens. അതായത് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവിൽ കൂടി ഈ ബ്ലഡ് ബോൺ പാത്തജൻസ് പ്രവേശിക്കുകയും അണുക്കൾ പ്രവേശിക്കുകയും അങ്ങനെ ഡിസീസസുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അതും ഒരു ഹസാർഡാണ് അല്ലെ, ഒരു അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇഞ്ചുറി ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, സാധാരണയായിട്ട് റേഡിയേഷൻസ് ഒക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടി വരിക? ഹോസ്പിറ്റലൊക്കെ റേഡിയേഷൻ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥകൾ കേട്ടിട്ടില്ലേ? ഓക്കെ, ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയേഷൻ കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അവിടെയും ചെറിയ രീതിയിലെങ്കിലും ഈ റേഡിയേഷൻ അല്ലെ, അതിന്റെ ഇതുകള് കണങ്ങള് റേഡിയേഷൻ ആയിട്ടുള്ള ഇതുകള് എന്തെങ്കിലും രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാലും അതും അവിടെയുള്ള ഹ്യൂമൻ ബോഡിയിലേക്ക് എഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് health care workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. അപ്പൊ ആ ഒരു കിരണങ്ങളെല്ലാം അല്ലെ, ആ റേഡിയേഷന്റെ കിരണങ്ങളെല്ലാം ശരീരത്തിലേക്ക് കയറി ചെല്ലുക അല്ലെ, ശരീരത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേഡിയേഷൻ ആയിട്ടുള്ള ഇൽനെസ്സുകൾ വരാനായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. നമ്മളറിയാം റേഡിയേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ കുട്ടികളെ പോലും അടുപ്പിക്കില്ല അല്ലെ. എന്താ കാരണം? അവരിലേക്കൊക്കെ ഈ കിരണങ്ങളെല്ലാം നേരിട്ട് അല്ലെ അതിലേക്കൊക്കെ ഹ്യൂമൻ ബോഡിയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളേക്ക് ഒന്നും അടുപ്പിക്കാതിരിക്കുന്നത്. അവർക്കും ചെറിയ തോതിലുള്ള അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അല്ലെ, ഹെൽത്ത് പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോ ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ലീക്കോട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എൻവയൺമെന്റൽ പൊല്യൂഷൻ. എൻവയൺമെന്റൽ പൊല്യൂഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയാ? ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ contaminate the environment including soil, water and air. This pollution can cause long-term results on human health and environment. Okay, നമുക്ക് നോക്കാം. അതായത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഏത് ലീക്കോട്ടെ അല്ലെ, കെമിക്കൽ ആണെങ്കിലും അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതുകളാണെങ്കിലും തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ലീക്കൗട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എൻവയൺമെന്റിനെ കൂടി പൊല്യൂട്ടബിൾ ആക്കും അല്ലെ, നമ്മുടെ പ്രകൃതിയെ കൂടി അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയറെ കൂടിയൊക്കെ അത് മലിനീകൃതമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
നമുക്കറിയാം ചില കെമിക്കൽസ് ഒക്കെ ആണെങ്കിലും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറികൾ ഉണ്ടാവും അല്ലെ. അവിടെ വളരെയധികം സ്ഫോടനങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ പല രീതിയിൽ ഇൻ കേസ് നമുക്കറിയാം ഇത്തരത്തിലുള്ള പൊല്യൂഷനായിട്ട് സോയിൽ അല്ലെ, അവിടുത്തെ മണ്ണ്, വെള്ളം, എയർ അല്ലെ, ആ വായു എല്ലാത്തിനെയും മലിനീകൃതമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടേം റിസൾട്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. നമുക്കറിയാം കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഇതിന്റെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എഫക്ട് ചെയ്യാൻ വരുന്നത്. എന്തെങ്കിലും കണ്ടെത്തി കഴിയുമ്പോഴായിരിക്കും അല്ലെ എന്തെങ്കിലും ശ്വസിച്ചത് കൊണ്ടാണ് അവിടെയുള്ള വ്യക്തികൾക്കെല്ലാം വലിയ ഡിസീസസ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്താണ് കണ്ടെത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സ്പ്രെഡിങ് കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രി അല്ലെ, വ്യവസായശാലകളാണെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തള്ളുന്ന മാലിന്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിസ്കുകൾ അല്ലെങ്കിൽ ഹസാർഡ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുക, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജ് കൊണ്ട് ഹോസ്പിറ്റലിന് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് inappropriate handling and disposal of a leakage waste may cause a legal and financial liability for hospitals and healthcare organizations. അതായത് നമുക്കറിയാം നിയമവശങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമുക്ക് അവിടെയുള്ള ഹെൽത്തേഴ്സ് അല്ലെ, അവിടെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ എന്താണ് ഹ്യൂമൻ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഹ്യൂമൻ ബോഡിയെ അല്ലെ, അവിടെയുള്ള പേഷ്യൻസിനൊക്കെ പരിഗണിക്കേണ്ട കുറെ കാര്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അതിന് നിയമവിധേയമാകുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അതേമാതിരി തന്നെ എൻവയോൺമെന്റ് പൊള്യൂട്ട് ആണെങ്കിലും തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റല് നിയമവശങ്ങൾക്കൊക്കെ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലാണ് അതിന്റെ ഉത്തരവാദി എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റല് അതിന്റെ ഒരു കോമ്പൻസേഷൻ തീർച്ചയായിട്ടും നൽകേണ്ടതായിട്ട് വരും അല്ലെ. ഇൻ കേസ് ചിലപ്പോഴൊക്കെ ഫിനാൻഷ്യലി ആയിട്ട് അല്ലെ, സാമ്പത്തികമായിട്ട് തന്നെ ആ ഒരു പ്രോബ്ലം, ആ ഒരു ലീഗൽ കേസിന് സെറ്റിൽമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അല്ലെ, ചിലപ്പോഴാണെങ്കിൽ രോഗികളായിരിക്കുന്ന വ്യക്തികളുടെ അവരുടെ രോഗം മാറുന്നത് വരേക്കുമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനും ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ സന്നദ്ധരാവേണ്ടതായിട്ട് വരും. ഇൻ കേസ് എന്തുമൂലം ഉണ്ടാകുന്ന പ്രോബ്ലം, നമ്മുടെ ലീക്കേജ് പോലെ അല്ലെ, ഹോസ്പിറ്റലിലെ സ്പില്ലേജ് അല്ലെങ്കിൽ ലീക്കേജ് വേസ്റ്റ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിന്റെ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ് ആണ് അല്ലെ. നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോട് കൂടി തന്നെയാണ് നശിപ്പിക്കുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ വ്യത്യസ്തമായിട്ട് ഇൻ കേസ് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വന്നാലും എവിഡൻസ് ഉണ്ട് അല്ലെ, ഇത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് കണക്കാക്കി അതിനുശേഷമാണ് ഇതെല്ലാം ഈ കെമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. ഈ രീതിയാണെന്ന് കൃത്യമായിട്ട് എവിഡൻസോടുകൂടി കൊടുക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ലീഗൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? ഓറായിട്ട് തോന്നുന്നുണ്ടോ? സ്പില്ലേജ് വേസ്റ്റിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് എന്താ പറയാ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോവാം. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതിൽ പറയുന്ന സ്പില്ലേജ് വേസ്റ്റിന്റെ കുറച്ച് തന്നെയായിരിക്കും നെക്സ്റ്റ് സ്പില്ലേജ് വേസ്റ്റിലും ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. അങ്ങനെ ഒരു 5-6 അല്ലെ 7 സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകാനും നിങ്ങൾക്ക് ഇത്തിരി കൂടി ഇൻട്രസ്റ്റ് ആവാനും. ഇതുവരേക്കും ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ടാവും. എങ്കിൽ കൂടി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റലിൽ സ്പില്ലേജ് വേസ്റ്റ് വരാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും അല്ലെ, എന്തൊക്കെ റിസ്കുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. Handling and disposal of medical waste. Sorry, radiation exposure. Okay.
നമുക്ക് നോക്കാം. ലീക്കേജ് ഓഫ് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് പേഷ്യൻസ് ടു അയണൈസിംഗ് റേഡിയേഷൻ. അല്ലെ, അവിടെ ആ കിരണങ്ങൾ, അതായത് ഇതിൽ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആ കലയെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. അല്ലെ, അപ്പൊ റേഡിയേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് അത്രയ്ക്കും കെമിക്കല് യൂസ് ചെയ്തിട്ടാണ് ആ കലയെ നശിപ്പിക്കുന്നത്. അപ്പൊ ആ കെമിക്കല് ശരീരത്തിൽ ശരിക്കും പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ നമുക്ക് ആവശ്യമില്ലാത്ത കലയെയാണ് അത് നശിപ്പിച്ച് കളയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കിരണങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ശരീരത്തിലാണെങ്കിലും അത് ദോഷം തന്നെയായിരിക്കും. അല്ലെ, അങ്ങനെയാണ് അത് അസുഖങ്ങൾ വരാനായിട്ടുള്ള, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, നമ്മളൊക്കെ അറിയാം. ഓക്കെ, എക്സ്റേ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതും റേഡിയേറ്റീവ് ആയിട്ടുള്ള, അല്ലെ, അവിടെ റേഡിയേഷൻ ഉണ്ടാവും എന്ന് പറയാത്തത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്ലേസിലേക്ക്, അല്ലെ, ശരീരത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഫസ്റ്റ് പോയിന്റ് ആണ് ചോദിച്ചത്. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. കണ്ടിന്യൂ ചെയ്യാലോ. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടു ഈ ലീക്കേജ് കൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞത് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലീക്കേജ് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, ഹോസ്പിറ്റലിലെ ഇത്തരത്തിലുള്ള ലീക്കേജിന് വരാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? Leakage waste can come from several sources in a hospitals. There are some examples of possible sources of leakage waste in a hospitals. ഒരുപാട് സാധ്യതകളുണ്ട് ഇങ്ങനെ ലീക്കേജ് വരാനായിട്ടുള്ള, ഉറവിടങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. കുറച്ച് നമുക്ക് അതിന് താഴെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. എന്താണ് ഫസ്റ്റ് വൺ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആൻഡ് ഡയാലിസിസ്, there is a risk of leakage of blood and body fluids. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലില് സർജറിയുമായി ബന്ധപ്പെട്ടൊക്കെ, അല്ലെ, സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അണുക്കൾ നിറഞ്ഞ എന്തെങ്കിലും ഭാഗങ്ങൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലെ ഡെലിവറി, അങ്ങനെ, അല്ലെ, സാധാരണ രീതിയിൽ അങ്ങനെ സർജറി ചെയ്യുന്നത് നല്ല ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാത്ത, സാധാരണ നോർമലി ആണെങ്കിൽ ആരും ഒന്നും സർജറി ചെയ്യുന്നത്, അല്ലെ. അപ്പൊ എന്തെങ്കിലും അണുക്കൾ നിറഞ്ഞ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റാനായിരിക്കും സർജറി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ തന്നെ ഈ സർജറി ചെയ്യുന്ന പുറകെ തന്നെ എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളോ അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ ഈ ഷാർപ്പ് വസ്തുക്കള്, അല്ലെ, അതുമൂലമൊക്കെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ബ്ലഡിന്റെയോ ഫ്ലൂയിഡ്സിന്റെയോ ഒക്കെ കണ്ടന്റ് ഏതെങ്കിലും രീതിയിലേക്ക് വേസ്റ്റ് ആയിട്ട് വരാനായിട്ട്, ലീക്കേജ് കൊണ്ടൊക്കെ വേസ്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഡയാലിസിസ്, അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും ബ്ലഡൊക്കെ ലീക്കേജ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അല്ലെ. അപ്പൊ അത് ബോഡിയുടെ എന്തെങ്കിലും, അല്ലെ, ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ്, അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ല രീതിയിലായിരിക്കും എപ്പോഴും, അല്ലെ, പ്രോപ്പർ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്ത്, എങ്കിൽ കൂടിയും ചെറിയ തോതിലെങ്കിലും ലീക്കൗട്ട് വരാനായിട്ടുള്ള സാധ്യതകളുള്ള രണ്ട് കാര്യങ്ങളാണ് സർജറിയുടെ സമയം, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ് ടൈമുകളിലൊക്കെ ഇത്തരത്തിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകൾ ലീക്കേജ് ആവാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലബോറട്ടറി ടെസ്റ്റിംഗ്. എന്താണ് ലബോറട്ടറി? ഓക്കെ അല്ലേ, ഫസ്റ്റ് പോയിന്റ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം, ലബോറട്ടറി ടെസ്റ്റിംഗ്. എന്താണ് ലബോറട്ടറി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെ, എന്തെങ്കിലും രോഗനിർണയ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ലാബില് നമുക്ക് ഫ്ലൂയിഡ്സുകളാണെങ്കിലും ബ്ലഡ് ആണെങ്കിലും യൂറിൻ ആണെങ്കിലും, അല്ലെ, എല്ലാം എന്ത് ചെയ്ത് കളക്ട് ചെയ്യും, അല്ലെ. അതിനുശേഷമാണ് അത് നിരീക്ഷിച്ച് നമുക്ക് രോഗമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ലാബില് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും എന്താണ് ചെറിയ തോതിൽ ലീക്കൗട്ടുകൾ സംഭവിക്കാം. ഹോസ്പിറ്റൽസ് ക്യാരി ഔട്ട് different laboratory tests on blood, urine and other body fluids. These tests can consist of the use of chemicals, reagent and other dangerous materials.
ഓക്കെ, നമ്മളിത് കളക്ട് ചെയ്ത് അത് പരിശോധനകൾക്ക് വിധേയമാകുന്ന ടൈമിൽ എന്തെങ്കിലും ലീക്ക് ഔട്ട് വരാം. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ ചെറിയ തോതിലുള്ള കെമിക്കലോ എന്തെങ്കിലും അല്ലെ പ്രതിപ്രവർത്തനം ചെയ്യാൻ പെടാവുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും അത് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആ ടൈമിലും ഇത്തരത്തിലുള്ള കെമിക്കലൊക്കെ ചെറിയ രീതിയിലൊക്കെ ലീക്ക് ഔട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സാധാരണ നോർമലി എന്താണ് നമ്മുടെ ബ്ലഡും ഫ്ലൂയിഡ്സ് മാത്രമല്ല സ്പില്ലേജ് വേസ്റ്റിൽ പെടുന്നത് എന്താണ് കെമിക്കൽസും എല്ലാം തന്നെ ഇതില് എന്താണ് സ്പില്ലേജ് വേസ്റ്റിൽ പെടുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് കെയർ. എന്താണ് പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം ശുശ്രൂഷ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ചില പേഷ്യൻസുകളെല്ലാം ചിലപ്പോൾ വേണമെങ്കിൽ എന്താ സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വല്ല സ്ട്രോക്കോ കാര്യങ്ങളൊക്കെ വന്ന പേഷ്യൻസുകളൊക്കെ ഉണ്ടാവാം. അവർക്ക് എന്താണ് ആരെങ്കിലും ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും അവരുടെ ഫുഡും കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കുക, ഇൻ ദ കോഴ്സ് ഓഫ് എ പേഷ്യൻസ് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ചേഞ്ചിങ് ബെഡ് ലിനൻസ്, cleaning bed pans or helping with the personal cleanliness, there is a risk of a leakage of body fluids and other materials. Okay, നമുക്കറിയാം പലതരത്തിലെ ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് വ്യക്തി പേഷ്യന്റിനെ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെ അവരുടെ തുണികളൊക്കെ മാറ്റുമ്പോഴും അതേമാതിരി തന്നെ ഇൻ കേസ് യൂറിനൊക്കെ പാസ് ചെയ്യാൻ പറ്റാത്ത അല്ലെ അവർക്ക് സ്വമേധയാ പാസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ബെഡ് പാൻസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് അത് കൈകാര്യം ചെയ്യണമെങ്കിലൊക്കെ അതെല്ലാം ചേഞ്ച് ചെയ്യുമ്പോഴും അല്ലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റുമ്പോഴൊക്കെ ചെറിയ തോതിലെങ്കിലും അണുക്കൾ നിറഞ്ഞ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് നോർമലി അല്ലെ ഒരു പേഷ്യന്റ് സ്വമേധയല്ല ആ വ്യക്തിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നതെങ്കിലും മറ്റുള്ളവരുടെ ഹെൽപ്പൊക്കെ വഴി അല്ലെ. അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അവരെ പേഷ്യന്റിനെ വേദനിപ്പിക്കാതെയും അല്ലെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. പക്ഷെ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും അല്ലെ അണുക്കൾ നിറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഫ്ലൂയിഡ്സും യൂറിനും എല്ലാം തന്നെ. അപ്പൊ ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ സ്പില്ലേജ് വേസ്റ്റിൽ പെടാവുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് അല്ലേ. പേഷ്യന്റ് കെയർ ഒക്കെ അല്ലേ. Okay, then next handling and disposal of medical waste. Our hospitals create many medical waste which can consist of sharps, contaminated dressing and other dangerous materials. Improper handling and disposal of medical waste can cause leakage. Okay, നമുക്കറിയാം അവിടെ എന്താണ് ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ അല്ലെ അവരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം. അതോടൊപ്പം തന്നെ എന്താണ് കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ് അല്ലെ അവിടെ നമുക്കറിയാം എന്തെങ്കിലും മുറിവുകളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്താണ് മലിനമാക്കപ്പെടുന്ന അവിടെ പഴുപ്പുകളൊക്കെ നിറഞ്ഞ മുറിവുകളൊക്കെ ആയിരിക്കും. അതൊക്കെ ക്ലീൻ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മറ്റു വസ്തുക്കൾ അല്ലെ മറ്റു വസ്തുക്കളിൽ നിന്നും എന്തെങ്കിലും അണുക്കൾ നിറഞ്ഞ വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അതെടുത്ത് മാറ്റുന്ന ടൈമിലും ചെറിയ രീതിയിലൊക്കെ എന്താണ് ലീക്കേജുകൾ വരാം അല്ലെ. അപ്പൊ മെഡിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ അവര് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. എങ്കിൽ കൂടി ചിലപ്പോഴെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കത്രികയോ എന്തെങ്കിലുമൊക്കെ താഴേക്ക് വീഴുകയോ അല്ലെങ്കിൽ വെച്ച് അല്ലെ വേസ്റ്റ് വെച്ചിരുന്ന പൊസിഷൻ ഒന്ന് മാറുകയോ അല്ലെ എന്തെങ്കിലും വഴി ഇത്തരത്തിലുള്ള അണുക്കൾ എവിടെയെങ്കിലും ലീക്ക് ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ്. അതോടൊപ്പം തന്നെ ഈ വേസ്റ്റുകളെല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ അല്ലെ കൃത്യമായിട്ട് ഏത് ബോക്സിലാണോ നിക്ഷേപിക്കേണ്ടത് ആ വേസ്റ്റ് ബിന്നിൽ തന്നെ അല്ലാതെ നിക്ഷേപിക്കുമ്പോഴും നമുക്കറിയാം എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്ന് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഉള്ള വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെ അണുക്കൾ നിറയാൻ സാധ്യതയാണ് അല്ലെ. നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ വേസ്റ്റ് ബിന്നിൽ എന്താണോ ഏത് വേസ്റ്റ് ബിന്നിലാണോ നിക്ഷേപിക്കേണ്ടത് ആ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെ അപകടകരമായിട്ടുള്ള അണുക്കളൊക്കെ നിറഞ്ഞ വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്ത രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിലും ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ്. അതും സ്പില്ലേജ് വേസ്റ്റിൽ പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെയാണോ? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്
spills in the course of a transport. Spills in the course of a transport. In the course of a transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of a leakage. നമ്മുടെ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ ലാബിലേക്ക് കൊടുത്തേക്കും അല്ലെ. അതല്ല എങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ എല്ലാം കളക്ട് ചെയ്തിട്ടും അല്ലെ മൊത്തത്തില് അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അല്ലെ ട്രാവൽ ചെയ്താൽ അവിടേക്കൊക്കെ വേസ്റ്റ് കയറ്റി വരും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ എന്താണ് ചെറിയ രീതിയിലെങ്കിലും ലീക്കേജുകളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. എന്താണ് പറയുന്നത്, ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിങ് മെഡിക്കൽ വേസ്റ്റ് അല്ലെ. ഇവിടെ മെഡിക്കൽ വേസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ ലബോറട്ടറി സാമ്പിൾസ് ലബോറട്ടറിയിൽ നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പിൾ സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് വിത്ത് ദ ഹോസ്പിറ്റൽ ഓർ ടു ആൻ ഓഫ്-സൈറ്റ് ഫെസിലിറ്റി, നമ്മൾ പുറത്തുള്ള സൗകര്യം തേടേണ്ടി വരുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. വേസ്റ്റുകളുടെ ലീക്കേജ് ലീക്കൗട്ടുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെയാണോ? Okay, maintenance and repair of a medical equipment. Maintenance and repair of a medical equipment. എന്താണ് പറയുന്നത്, നമ്മൾ എക്യുപ്മെന്റ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഹോസ്പിറ്റൽസ് യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഡിവൈസസ് വിച്ച് നീഡ് റെഗുലർ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ അല്ലെ. നമുക്കറിയാം ചില മെഷീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു സക്ക് ചെയ്യുന്ന മെഷീനൊക്കെ നമുക്ക് അങ്ങനെ എന്താണ് കഫൊക്കെ വലിച്ചെടുക്കുന്ന മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും റിപ്പയർ ചെയ്തെടുക്കേണ്ട അല്ലെ, റിപ്പയർ ചെയ്തേണ്ട മെഷീൻ തന്നെയായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ് ഡിവൈസുകളെല്ലാം അതെല്ലാം റിപ്പയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അല്ലെ. റിപ്പയറുകൾ വന്ന് റിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ചെറിയ രീതിയിലെങ്കിലും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കളൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതാണ് പറയുന്നത് ഹോസ്പിറ്റൽസ് യൂസ് ഡിഫറെന്റ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അവിടെ അത്തരത്തിലുള്ള ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ എക്യുപ്മെന്റുകൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമുകളിലും ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഫിഫ്ത്ത് പോയിന്റ് ഓക്കെ ആണോ? സിക്സ്ത് പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അതിൽ നമ്മൾ കണ്ടു എന്തൊക്കെ ഹസാർഡ്സ് ആണ്, സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, സ്പില്ലേജ് വേസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ അല്ലെ, സോഴ്സുകൾ എന്തൊക്കെയാണ്, ഉറവിടങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. അത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. നമുക്ക് ഇതിലൊരു പ്രത്യേകതയുള്ളത്, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എടുത്താലോ എന്ന് ഓർത്തതാണ്, വേറെ ഒന്നുമല്ല. ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓരോ പോയിന്റ്സും ഇവിടെ ഇമ്പോർട്ടന്റ്, ഓരോന്നും തന്നെ അത് എലാബറേറ്റ് ചെയ്ത് വിവരിച്ച് തന്നെ പഠിക്കാനുണ്ട് ഓരോ സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ടും. ഓക്കെ, എങ്കിലും ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രമേ ഒന്ന് പറഞ്ഞു പോകാം. നോക്കാം ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ബാക്കിൽ പഠിക്കാനുണ്ട്. നോക്കാം, ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു അല്ലെ. ബ്ലഡ് ഫ്ലൂയിഡ്സുകളുണ്ട്, കെമിക്കൽ ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള അതേമാതിരി ഷാർപ്പ് വസ്തുക്കളൊക്കെ, കുറച്ചുള്ള വസ്തുക്കളൊക്കെ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ താഴേക്ക് വെക്കുമ്പോഴൊക്കെ അതുമായി കണക്ക് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട്. റേഡിയേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്പില്ലേജുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ലീക്കേജുകൾ, ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്സ് and each types need specific handling and disposal procedures. വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളുണ്ട്, അതെല്ലാം വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ. പ്രൊസീജിയേഴ്സ് ഒക്കെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ വ്യത്യസ്തമാണ് ഇത് കൈകാര്യം ചെയ്യാൻ. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്ത പ്രൊസീജിയേഴ്സിൽ കൂടിയാണ്.
അതിൽ ഫസ്റ്റ് വൺ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡും ശരീരത്തിലുള്ള മറ്റു ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ, ഉമിനീരാണെങ്കിലും കണ്ണുനീരാണെങ്കിലും എല്ലാം അണുക്കൾ നിറഞ്ഞതാവുമ്പോൾ എല്ലാം തന്നെ അത് എന്താണ് വേസ്റ്റ് ലീക്കേജ് വേസ്റ്റുകളിലൊക്കെ പെടുത്താവുന്നതായിട്ട് വരും. കെമിക്കൽസ് നമ്മൾ പറഞ്ഞു, രോഗനിർണയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഷാർപ്പ് വസ്തുക്കൾ അല്ലെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റ് ഡ്രസ്സിങ് കാര്യങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കുന്ന ഷാർപ്പ് വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട് അണുക്കള്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ലീക്കേജുകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഓർഗാനിക് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോസ്പിറ്റൽസ് യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. എക്സാമ്പിൾ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അതായത് നമ്മള് ചില ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ ലാബിലൊക്കെ ചെറിയ ചെറിയ ഗവേഷണങ്ങളൊക്കെ നടത്തുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളൊക്കെ അല്ലെ അവരുടെയൊക്കെ എത്രത്തോളം അതിന്റെ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഗവേഷണം നടത്തുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിൽ ബാക്ടീരിയ, വൈറസ് അതിന്റെയൊക്കെ ചെറിയ സ്പില്ലേജ് അല്ലെ ഇൻ കേസ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ അല്ലെ നമ്മൾ നിരീക്ഷണ വിധേയമാക്കുന്ന ടൈമിലൊക്കെ ചിലപ്പോഴെങ്കിലും എന്താണ് അത്തരത്തിലുള്ള സ്പില്ലേജുകൾ വരാം അല്ലെ, ലീക്കൗട്ടുകൾ വരാം. ഇൻ കേസ് ആ ട്യൂബിലൂടെയൊക്കെ എന്തെങ്കിലും ലീക്കൗട്ടുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. എന്താണ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് പറയുന്നത്? Hospitals may utilize other dangerous materials such as mercury and lead used in medical equipment and supplies. അതായത് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, ഇപ്പൊ ടെമ്പറേച്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മെർക്കറിയുടെ സാധനങ്ങൾ ഇതോട് കൂടിയിട്ടാണ് അല്ലെ തെർമോമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ കേസ് എനിക്ക് അതത് വെയിലും പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് തെർമോമീറ്ററിലുള്ള ആ ഒരു മെർക്കുറി സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ലെഡ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു കണ്ടന്റ് ആണ് എങ്കിലും അതിന്റെ ലീക്ക് ഔട്ട് എന്ന് പറയുന്നത് ഒരു സ്പില്ലേജ് വേസ്റ്റ് തന്നെയാണ്. ഓക്കെയാണോ? ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കുന്നുണ്ട്. പലരീതിയിലും സോഴ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകൾ, ഏതൊക്കെ സോഴ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാല് പ്രൊസീജിയർ നടത്തുമ്പോൾ, പേഷ്യന്റ് കെയർ വരുമ്പോൾ, ലബോറട്ടറി ടെസ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോഴൊക്കെ ലീക്കേജ് എന്താണ് ലീക്കേജ് വേസ്റ്റ് വരാറുണ്ട് എന്നുള്ളത്. എന്താണ് നമുക്ക് നോക്കാം, ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് നോക്കാലോ. വായിച്ചു നോക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും വായിച്ചു നോക്കേണ്ടത് എന്തെങ്കിലും നോക്കിയാല് ഇതിന് ശേഷം നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അടുത്ത് എടുക്കുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ, ഇതുവരെ ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്യാം. എന്തെങ്കിലും ഭാഗം പറഞ്ഞു തരേണ്ടതുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കാനുള്ളത് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് നമുക്കറിയാം, ഇത്തരത്തിലുള്ള ലീക്കേജുകൾ വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം അല്ലെ. അതിന്റെ കൈകാര്യ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് is one of the important aspect of waste management in a hospital, as it can have serious after effect if not managed properly. ഓക്കെ, ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഇത് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അല്ലെ, ഈ വേസ്റ്റുകളെല്ലാം സീരിയസ് ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഇറ്റ് ക്യാൻ ഹാവ് സീരിയസ് ആഫ്റ്റർ എഫക്ട് ഇഫ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർലി. എന്തെങ്കിലും സീരിയസ് ആയിട്ട് നന്നായി ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്സുകൾ നോക്കാം. ഫസ്റ്റ്,
എന്താണ് ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. ഏതൊക്കെ സ്റ്റെപ്സുകളാണ് എടുക്കുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് ഇങ്ങനെ ഒരു ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു റെസ്പോൺസ് പ്ലാൻ എത്രയും പെട്ടെന്ന് രൂപീകരിക്കണം അല്ലെ. അതിന് ഒരു എന്താണ് കൃത്യമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഒരു റെസ്പോൺസ് പ്ലാൻ അവിടെ കൈകാര്യം ചെയ്യണം. ഹോസ്പിറ്റൽ ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ ഇൻ പ്ലേസ് ഫോർ റെസ്പോണ്ടിങ് ടു ലീക്കേജ് വിച്ച് identify the type of spillage, evaluate the risk, and carry out active measures to contain and clean up the leakage. Okay, അവിടെ ഒരു റെസ്പോൺസ് പ്ലാൻ രൂപീകരിക്കുന്നത് നമുക്കറിയാം. അവരായിരിക്കും പിന്നെ ഇത് ഏത് തരത്തിലുള്ള ലീക്കേജ് ആണോ അല്ലെ, ബ്ലഡിന്റെ സ്പില്ലേജ് ആണോ, അതല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ സ്പില്ലേജ് ആണോ, മെർക്കുറി സ്പില്ലേജ് ആണോ, അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് ആണോ അല്ലെ, അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ടീമായിരിക്കും. Then അതിന് ശേഷം എന്താണ് ഇവാലുവേറ്റ് ദ റിസ്ക്. ഓക്കെ, എത്രത്തോളം ഇതിന് അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെ, വലിയൊരു സ്പില്ലേജ് ആണോ സംഭവിച്ചിരിക്കുന്നത്, ചെറിയൊരു സ്പില്ലേജ് ആണോ സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ക്യാരി ഔട്ട് ആക്റ്റീവ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. ഓക്കെ, നമ്മൾ എത്രത്തോളം സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് മതിയായ കണ്ടെയ്ൻ അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അബ്സോർബ് പാഡുകളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. ദെൻ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്, ആ ലീക്കേജുകളെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് റെസ്പോൺസ് പ്ലാൻ ആണ്. റെസ്പോൺസ് പ്ലാൻ അനുസരിച്ചിട്ടാണ് ഏത് സ്പില്ലേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആപ്റ്റ് കണ്ടെയ്നർ അല്ലെ, അത് വലിച്ചെടുത്ത് അത് മൊത്തമായിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഏതാണ് അവിടെ ക്ലീൻ ചെയ്യുന്ന പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. നെക്സ്റ്റ് നോക്കുക, പ്രൊവൈഡ് ആക്റ്റീവ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അതായത് നമുക്കറിയാം ഇതിങ്ങനെ സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലെ, അവിടെയുള്ള ഏതൊരു ഹ്യൂമൻ ബോഡിയെയും എഫക്ട് ചെയ്യും അല്ലെ. അതിപ്പോ കൈകാര്യം ചെയ്യുന്ന ഏത് ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും അവരുടെ ഹെൽത്തും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് റെസ്പോൺസ് പ്ലാന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ലീക്കേജ് ഉണ്ട് എങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിനൊരു പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. Hospitals should issue proper equipment for a spillage response, such as absorbent pads, gloves, gowns, and mask. Okay, അവരെന്താണ് ചെയ്യുക, അവര് പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് സ്പില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്. സച്ച് ആസ് അതിൽ എന്തൊക്കെ മെറ്റീരിയൽസിൽ എന്തൊക്കെ അബ്സോർബന്റ് പാഡ്സ്, ഇൻ കേസ് ഒരു ബ്ലഡ് ആണ് സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ആണ് സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത്, അപ്പൊ അത് മൊത്തം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാം. ദെൻ അതൊക്കെ ചെയ്യണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന പേഴ്സൺസിന്റെയും ശരീരത്തിൽ അണുക്കൾ പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട്. ദെൻ അവര് ഗൗൺ ധരിച്ച് മാസ്ക് ധരിച്ച് എന്താണ് ഗ്ലൗസുകളൊക്കെ ഇട്ട് അബ്സോർബന്റ് പാഡ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. അതായത് നമുക്കറിയാം ഇത് ചെയ്യണമെങ്കിൽ ഒരു അറിവ് വേണം അല്ലെ, ഒരു മരുന്നൊക്കെ വേണം എന്ന് അറിയില്ലേ. നമുക്കൊന്നും അറിയാൻ പാടില്ലാത്തവര് ചെയ്യുമ്പോഴെന്താണ് അവര് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും ചെയ്യുന്നത്. സെക്കൻഡ് അല്ലെ, അത് അപ്പൊ അറിയാവുന്നവർക്ക് എന്താണ് അത് സ്പീഡിൽ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് പോവാതെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതിന് മതിയായ ട്രെയിനിങ് അവർക്ക് ആവശ്യമാണ്. All hospital staffs should be given training on how to respond to leakage and how to use leakage response equipment. ഓക്കെ, ഇതിനൊക്കെ ട്രെയിനിങ് അവർ കൊടുക്കണം. അതായത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലീക്കേജിനെ എങ്ങനെയാണ് റെസ്പോണ്ട് അല്ലെ പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. then എന്താണ് ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്, ഈ എക്യുപ്മെന്റ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഒരു അബ്സോർബന്റ് പാഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തുടച്ച് ക്ലീൻ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അറിയാൻ പാടില്ലാത്ത പേഴ്സൺ ആണെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ മതിയായ ട്രെയിനിങ് കൊടുത്ത പേഴ്സൺസ് അവിടെ ഉണ്ടായിരിക്കും, എങ്കിലാണ് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്ര സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ അവിടെ നിർവീര്യമാക്കേണ്ട ഇത്രയും സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടാണ് അത് അണുക്കളൊക്കെ നശിപ്പിച്ച് കളയേണ്ടത്, ഇന്ന പാഡുകൾ ഉപയോഗിച്ചിട്ടാണ് അത് വലിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ആക്കണം അല്ലെ. അങ്ങനെ എല്ലാ തരത്തിലുള്ള അറിവും ഉള്ള ട്രെയിനിങ് ഉള്ള പേഴ്സൺസ് ആയിരിക്കണം അവിടെ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് മതിയായ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യൂസ്
പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് തേർഡ് 3 പോയിന്റ് വരെയും ജസ്റ്റ് വായിച്ചു നോക്കാം. ാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് അവിടെ പ്ലേസിൽ, അതായത് ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കെമിക്കൽ സ്പില്ലേജ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ബ്ലഡിന്റെ സ്പില്ലേജ് സംഭവിച്ചു, അല്ലെ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ടും അത് പ്രതികരിക്കാനായിട്ട് ഒരു റെസ്പോൺസ് പ്ലാൻ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹോസ്പിറ്റൽസ് ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ ഇൻ place for responding to leakage which identify the type of spillage. അവര് അല്ലെ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതനുസരിച്ചിട്ട് അവര് ആ ടീം ചെന്നിട്ട് അല്ലെ അവര് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കും. ഓക്കെ, സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇവാലുവേറ്റ് ദ റിസ്ക്, അല്ലെ, ആ സ്പില്ലേജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങളുണ്ട് എന്ന് വിലയിരുത്തും. അല്ലെ, ഇപ്പൊ ഒരു കെമിക്കൽ സ്പില്ലേജും ഒരു സാധാരണ രീതിയിലുള്ള ഒരു ബ്ലഡ് സ്പില്ലേജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവോ? എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവോ? ഒരു കെമിക്കൽ സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്, ചെറിയ ഒരു ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡോ ആയിട്ടുള്ള ഒരു സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതിന് ഉണ്ടാകും അല്ലെ. കെമിക്കൽ സ്പില്ലേജ് എന്ന് പറയുമ്പോൾ അപകടത്തിന് കൂടുതൽ റിസ്ക് കൂടുതലാണ് അല്ലെ. കാരണം അത് വലിയ ഒരു അപകടം. കെമിക്കലൊക്കെ ആകുമ്പോൾ കുറച്ചുള്ളെങ്കിൽ കൂടിയും അത് ചിലപ്പോൾ വെള്ളം പൊട്ടിത്തെറിക്കൊക്കെ സാധ്യത ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അതേസമയം ചെറിയ രീതിയിലുള്ള ബ്ലഡ് ഒക്കെയാണ് അത് സ്പില്ലേജ് സംഭവിക്കണമെങ്കിൽ നമുക്കറിയാം അത് എങ്ങനെയെങ്കിലും അത് തുടച്ച് ക്ലീൻ ചെയ്ത് അണുക്കളെ നശിപ്പിച്ച് കളഞ്ഞാൽ മതി അല്ലെ. വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാ പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്യണം, ഇവാലുവേറ്റ് ദ റിസ്ക് അല്ലെ, അതിന്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തണം. ആൻഡ് ക്യാരി ഔട്ട് ആക്ട് മെഷർ ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. അതിനുശേഷം ഇത് എന്താണ്, വലിയ അപകടകരമില്ലാത്തതാണോ അല്ലെങ്കിൽ അപകടകരമുള്ളതാണോ അതിനനുസരിച്ചിട്ട് തന്നെ മെഷർ ചെയ്ത്, അതായത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്ൻ, അതായത് എത്രത്തോളം അത് അണുക്കളുണ്ടോ അതിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സും മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ചെയ്യണം. ദെൻ ക്ലീൻ ചെയ്യണം അല്ലെ. അവിടെ എല്ലാ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമുക്കറിയാം ആ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ട വേസ്റ്റ് ബിന്നിലൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്ത് അവിടെ കൃത്യമായിട്ട് തന്നെ ആ ഒരു സ്പില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഫോർത്ത് പോയിന്റിലേക്ക് പോകാം. ഓക്കെ, നോക്കാം. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. എന്താണ് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? അതായത് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് in which spillage or a leakage of a liquid or other dangerous materials is kept within a blockade. അതായത് നമുക്കറിയാം ഒരു സ്പില്ലേജ് സംഭവിച്ചു, അപ്പൊ എത്രയും പെട്ടെന്ന് എന്താണ് അത് സ്പ്രെഡ് ആവാതെ ശ്രദ്ധിക്കണം അല്ലെ. അത് ബ്ലോക്കേഡ് എന്ന് പറയുമ്പോൾ അത് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ലിക്വിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെർക്കുറിയോ അല്ലെ, ഏത് തന്നെയാണെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള എന്താണ് കെമിക്കലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആയിക്കോട്ടെ, അത് എന്താണ് എത്രയും പെട്ടെന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ പടരാതിരിക്കാൻ അല്ലെ, സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ആപ്റ്റായിട്ട് അല്ലെ, അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്കറിയാം മറ്റു ഭാഗത്തേക്ക് പടരാതിരിക്കാൻ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്കറിയാം ആ ഭാഗത്തേക്ക് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ മെഷർ ചെയ്ത് അല്ലെ എത്രത്തോളം സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് ആ സ്പില്ലേജിനെ തടയിടാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്റ്റ് അല്ലെ കണ്ടെയ്ൻമെന്റ് അവിടെ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പാഡുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് വലിച്ചെടുക്കും, റിമൂവ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾക്ക്
മതിയായ രീതിയിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പാഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് എന്താണ് ആഫ്റ്റർ കണ്ടെയ്ൻമെന്റ് ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ കൃത്യമായിട്ട് തന്നെ ആ വേസ്റ്റിനെ കൈകാര്യം ചെയ്തെടുക്കണം. ദെൻ അവിടെ ബ്ലോക്കേഡ് ചെയ്യണം അല്ലെ, മറ്റു ഭാഗത്തേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ദാറ്റ് മീൻസ് സ്പില്ല് കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ് ആൻഡ് പ്രിവെന്റിങ് എ സ്പില്ല് ഫ്രം സ്പ്രെഡിങ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ തരത്തിലുള്ള ഈ സ്പില്ലേജ് അത് സ്റ്റോപ്പ് ചെയ്യുകയും വേണം, മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് മുൻകരുതൽ എടുക്കുകയും വേണം. ഒക്കെയാണോ? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിന്റെ പ്രോപ്പർ മാനർ. അപ്പൊ നമ്മളിപ്പോ ഒരു ലീക്കേജ് സംഭവിച്ചു, ഒരു ബ്ലഡിന്റെ ഒരു ലീക്കേജ് സംഭവിച്ചു അല്ലെ, അവിടെ ചിലപ്പോൾ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്തതായിരിക്കാം ഒരു പേഷ്യന്റിന്റെ. അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, ചിലപ്പോൾ രോഗി പെട്ടെന്ന് എന്തെങ്കിലും അല്ലെ ഡിസ്റ്റർബ് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നേഴ്സിൽ നിന്ന് അല്ലെ കുറച്ച് ലീക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം എത്രയും പെട്ടെന്ന് എന്താ ചെയ്യുക, അത് ആ ബ്ലഡ് എത്രയും പെട്ടെന്ന് മറ്റു ഭാഗത്തേക്ക് പോവാതിരിക്കത്തക്ക വിധത്തിൽ അവര് കണ്ടെയ്ൻമെന്റ് ഉപയോഗിച്ചിട്ട് അല്ലെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതിനെന്ത് ചെയ്യും, ഇത്തരത്തിൽ ഇങ്ങനെ അല്ലെ ഈ ഒരു സ്പ്രെഡ് ചെയ്ത വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ടുള്ള എക്യുപ്മെന്റും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവര് അബ്സോർബ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചത് റിമൂവ് ചെയ്തിട്ട് പിന്നെ അതെന്ത് ചെയ്യണം, അത് ഡിസ്പോസ് ചെയ്യണം അല്ലെ. വേസ്റ്റ് ബിന്നിൽ നമ്മൾ വേണ്ട എന്നുള്ള ഉപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ഡിസ്പോസ് വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. അതായത് ഇത് ഹസാർഡ് വേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഡേഞ്ചറസ് വേസ്റ്റ് ആണെന്ന് കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ആ ബോക്സിൽ തന്നെ ആ വേസ്റ്റ് ബിന്നിൽ തന്നെ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് നിക്ഷേപിക്കണം. അതേസമയം ബയോ ഹസാർഡ്സ് പോലെ അല്ലെ ജൈവ മാലിന്യങ്ങളാണ് എങ്കിൽ ജൈവ മാലിന്യങ്ങളുടെ ബോക്സിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്ത എന്താണ് എങ്കിൽ സ്പില്ലേജ് ആണ് എങ്കിൽ അത് കൈകാര്യം ചെയ്ത മെറ്റീരിയൽസ് എല്ലാം ജൈവ മാലിന്യം ലേബൽ ചെയ്ത ബോക്സിൽ തന്നെ നിക്ഷേപിക്കണം. അപ്പൊ വ്യത്യസ്ത മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസുകൾ വ്യത്യസ്ത ബിന്നുകളിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടി വരുന്നത്. എങ്കിൽ മാത്രമാണ് അത് അത്ര അല്ലെ കെയർഫുള്ളോട് കൂടി തന്നെ അത് ഹാൻഡിൽ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഒരു ഡേഞ്ചറസ് വേസ്റ്റ് ആണ് കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്പോസ് അതായത് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം വലിയ കുഴപ്പമില്ലാത്ത വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസി നയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നത് ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിന്റെ പ്രോപ്പർ മാനർ ശരിയായ മാനറിൽ തന്നെ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യണം. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് as per local regulations and hospital policies. ഇപ്പൊ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് ലൊക്കാലിറ്റിയുടെ അല്ലെ നമുക്കറിയാം പ്രദേശം ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെയോ ഒക്കെ നിയമവശങ്ങളും കൂടി കണക്കിലെടുത്തിട്ട് മാത്രമാണ് അത്തരം കാര്യങ്ങൾ നശിപ്പിച്ച് കളയാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഭാഗത്തെ പൊല്യൂഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇനിഷ്യേറ്റീവായിട്ട് അല്ലെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ഇനിഷ്യേറ്റീവായിട്ട് മുന്നിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ആ ഇഷ്യൂസിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർ തയ്യാറാകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ലീഗൽ അല്ലെ ലോക്കൽ റെഗുലേഷൻസിന്റെ ബേസിലൊക്കെ തന്നെ അത് കൈകാര്യം ചെയ്യണം. അല്ലാത്തതെല്ലാം ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ചിട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഒക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മളെ പോയിന്റ്സ് എടുത്തു. റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ് എടുത്തു. അതായത് അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെ, സ്പില്ലേജ് വേസ്റ്റ് വരാവുന്ന അപകട സാധ്യതകള്, പിന്നെ അതേമാതിരി തന്നെ സ്പില്ലേജ് വേസ്റ്റ് വരാവുന്ന ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളെ കണ്ടു. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ അതിന്റെ സ്റ്റെപ്സുകൾ കണ്ടു. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോക്കോളൂ കേട്ടോ. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ്
per local regulations and hospital policies. അല്ലെ ലീക്കേജ് വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ലോക്കൽ റെഗുലേഷന്റെയും ഹോസ്പിറ്റലിന്റെയും പോളിസിയുടെയും ബേസിൽ തന്നെയായിരിക്കണം. സ്റ്റെപ്സുകൾ ഏതൊക്കെയാന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയേക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, റെസ്പോൺസ് പ്ലാൻ പ്ലേസില്. സെക്കൻഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. Then third one, train staff in leakage response. Then fourth, use proper leakage containment materials. Right. Then the next in the dispose of leakage waste in a proper manner. Okay. Third point in the train staff in leakage response. All hospitals staff should be given training on how to respond to leakage and how to use leakage response equipment. Right. അവിടെ നമുക്കറിയാം എങ്ങനെയാണ് ഈ ലീക്കേജുകളെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് മാത്രമല്ല അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഒരു നമുക്ക് കോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീക്കേജിന് ഉപയോഗിക്കുന്ന ഉണ്ട്, നിങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും എങ്ങനെ ഉപയോഗിച്ച് അല്ലെ, എന്ത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെ തണുപ്പ് നശിപ്പിച്ച് കളയണം അല്ലെ, അത് എത്രത്തോളം ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടാണ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കേണ്ടത് അല്ലെ. അവിടെ ഉപയോഗിക്കാൻ തണുപ്പ് നശിപ്പിക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഒക്കെ എത്രത്തോളം ക്വാണ്ടിറ്റിയോട് കൂടിയാണ് നിർമ്മിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം മാനുഫാക്ചേഴ്സ് പറയുന്ന അനുസരിച്ചിട്ട് തന്നെയാണ് അത്, നിങ്ങൾ എന്തായാലും പഠിക്കും. അപ്പൊ അത്തരത്തിലുള്ള അറിവ് ഉള്ളവർക്കാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അത് മാത്രമല്ല പറയുന്നുണ്ട് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റും, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളും ഉപകരണങ്ങളും അതിനെ കുറിച്ചിട്ടും ഒരു ട്രെയിനിങ് ഉള്ള പേഴ്സണ് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ട്രെയിൻ സ്റ്റാഫിന് ലീക്കേജ് റെസ്പോൺസ്. ആ ലീക്കേജ് റെസ്പോൺസ് അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കണം, സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടതാണ്. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.